ഓ മടുത്ത്. ആകെ ഒരു ബോറ്, ഒന്നിനും ഒരു സന്തോഷമില്ല. അതിനാടാ അങ്ങനെ പറയുന്നേ? പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ, ഞാൻ എന്നാ ചെയ്യും? പഠിക്കാൻ പോകണമെന്നൊന്നും അറിയത്തില്ല. വീട്ടുകാർ പറയുന്നത് നേഴ്സിംഗ് പഠിക്കണമെന്നാ. എനിക്കാണ് അതിനൊരു താല്പര്യവും ഇല്ല. ആ, അതിന് കാരണം നിങ്ങളുടെ വഴി തിരിച്ചറിയാത്തതുകൊണ്ടാ. എന്ത് വഴി? പ്രകാശത്തിന്റെ വഴി. ഒന്ന് പോടാ, പ്രകാശത്തിന്റെ വഴി, ദൈവവിളി. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അത് വിട്, ഇത് വിടി. ഇതെന്നതാ? മുട്ടായി. ഇതിന്റെ രുചി എന്നതാ? മധുരം. എന്താ മധുരം? ഒന്ന് പറഞ്ഞുതരാവോ? മധുരം എന്ന് പറഞ്ഞാ മധുരം. നമുക്കെന്നാ നടന്നാലോ? മധുരം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിയാണ്, അത് രുചിച്ച് അല്ലെങ്കിൽ അനുഭവിച്ചു വേണം അറിയാൻ. അതുപോലൊരു വികാരമാണ് ദൈവം. ചിലരോട് ദൈവം കൂടുതൽ സംസാരിക്കും, ചിലരെ ദൈവം വിളിക്കും. ഇതാണ് നിന്റെ വഴി, വരൂ എന്ന് പറയും. നാളെ നമ്മുടെ ദൈവവിളി ദിനമല്ലേ? ദൈവവിളി ദിനമോ? അതെ, ദൈവവിളി ദിനം. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയാനും പ്രാർത്ഥനയിലൂടെ ദൈവവിളികൾ നേടിയെടുക്കാനുമുള്ള ഒരു ദിനം. ദൈവവിളി ക്യാമ്പുകൾ നടക്കുമ്പോൾ നമുക്ക് പങ്കെടുക്കാം. അതിലൂടെ നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടും. അത് നമ്മളെപ്പോലുള്ളവർക്ക് പറ്റുന്നതാണോ? പറ്റുമെടോ, ആർക്കും പറ്റും. ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ വിളി തിരിച്ചറിയാതെ പോകുന്നതായിരിക്കാം. ഒന്ന് മാറി ചിന്തിച്ചാൽ നമുക്കും വിശുദ്ധരാകാം, ദൈവത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാം. വരൂ കൂട്ടുകാരെ, നമുക്കൊന്ന് മാറി ചിന്തിക്കാം, ഈശോയോടൊപ്പം പോകാം.